നമസ്കാരം, ന്യൂജൻ ക്രൈസ്റ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളം കണ്ട ചങ്കുലയ്ക്കുന്ന തിരക്കഥകളിൽ ഒന്നാണ് സ്ഫടികം എന്ന് പറയുന്ന ഭദ്രൻ സംവിധാനം ചെയ്ത സിനിമയുടെ തിരക്കഥ. കർക്കശക്കാരനായ ചാക്കോ മാഷ് എന്ന അധ്യാപകന്റെയും തോമസ് ചാക്കോ എന്ന സ്വന്തം പുത്രനും വിദ്യാർത്ഥിയുമായ ആളുടെയും കഥയാണ് സ്ഫടികം പറഞ്ഞു വെക്കുന്നത്. അപ്പന്റെ കാർക്കശ്യത്തിന് മുമ്പിൽ വ്യത്യസ്തമായ കഴിവുകളുള്ള തോമസ് ചാക്കോ എന്ന വിദ്യാർത്ഥി ആടുതോമയായി മാറുന്ന പരിണാമമാണ് ചിത്രം എടുത്തു കാട്ടുന്നത്. ഒടുവിൽ തന്നെ വെറും ഓട്ടക്കാലിണയാക്കി മാറ്റിയ അപ്പന്റെ കുപ്പായത്തിന്റെ കൈവെട്ടുന്ന തോമ കാഴ്ചക്കാരന്റെ നെഞ്ചിലേക്ക് കനൽ വാരി എറിഞ്ഞുകൊണ്ടാണ് കടന്നു പോകുന്നത്. ഇന്ന് സുവിശേഷം ധ്യാനിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു പെർഫെക്റ്റ് ഫാദറിന്റെ കഥയാണ്. മാത്യു ചാപ്റ്റർ 1 വേഴ്സസ് 18-25. നീതിമാൻ എന്ന ഒറ്റ പ്രയോഗം കൊണ്ട് സുവിശേഷം അടയാളപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ. നീതിമാൻ എന്ന പദത്തിന്റെ അർത്ഥം ഓരോരുത്തർക്കും അർഹിക്കുന്നത് കൊടുക്കുന്നത് ആരോ അവനാണ് നീതിമാൻ. വിവാഹത്തിന് മുൻപേ ഗർഭവതിയായെന്ന് അറിഞ്ഞ ഒരു സ്ത്രീയോട് അവൻ കാണിക്കുന്ന കാരുണ്യമുണ്ട്. അവളെ കൂടി സമൂഹത്തിനു മുമ്പിൽ കല്ലെറിയാൻ വിട്ടുകൊടുക്കാതെ ചേർത്ത് നിർത്തുന്ന നീതി. തന്റേതെന്ന് കാലം അടയാളപ്പെടുത്തുന്ന മകൻ തന്റെ ജനതകൾ മുദ്രകൾ പേറുന്നവനല്ല എന്ന് മനസ്സിലാക്കിയിട്ടും അവനെ കൂടി ചേർത്ത് നിർത്തുന്ന, ഒരു നിമിഷം പോലും അവനൊരു ഒട്ടക്കാലണയായി തോന്നാൻ സാധിക്കാത്ത രീതിയിൽ സ്നേഹത്തോടെ പെരുമാറുന്ന, സംരക്ഷണം നൽകുന്ന അപ്പൻ ഒരു മാതൃകയാണ്, നീതിമാനാണ്. പിന്നീട് എപ്പോഴോ ആ മകന്റെ മുൻപിലേക്ക് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് കല്ലെറിയാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ വന്നു നിൽക്കുമ്പോൾ അവൻ ഓർത്തിട്ടുണ്ടാവും സ്വന്തം അമ്മയെപ്പറ്റി, അമ്മയോട് അപ്പൻ കാണിച്ച നീതിയുടെ ചരിത്രത്തെപ്പറ്റി. അവൻ അവളെ രക്ഷിക്കുകയാണ്. അപ്പനിൽ നിന്ന് മകനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന നീതിയുടെ ശൃംഖലകൾ. അവരൊരിക്കലും ഒട്ടക്കാലണയാണെന്ന് തോന്നൽ ജനിപ്പിക്കാത്ത രീതിയിൽ പെരുമാറുന്നവനാണ് നീതിമാൻ. അത് നിന്റെ വീട്ടിൽ പണി ചെയ്യുന്ന തോട്ടപ്പണിക്കാരനോ വീട്ടുപണിക്കാരനോ, നിനക്ക് പത്രമിടുന്നവനോ പാൽക്കാരനോ, നീ കയറുന്ന ഓട്ടോറിക്ഷക്കാരനോ, നീ ഇടപെടുന്ന ഇടങ്ങളിലെ ആരുമായിക്കൊള്ളട്ടെ, ആർക്കും അവരൊരു ഒട്ടക്കാരനെയാണെന്ന് തോന്നൽ ജനിപ്പിക്കാത്ത രീതിയിൽ നിനക്ക് പെരുമാറാൻ സാധിച്ചാൽ, അവർക്കൊരു വില കൊടുക്കുന്ന രീതിയിൽ പെരുമാറാൻ സാധിച്ചാൽ നീ നീതിമാനാണ്. അതുപോലെ തന്നെ നിന്നെ വെറും ഒട്ടക്കാലണയായി എഴുതിത്തള്ളിയ കുറെ മനുഷ്യരുണ്ടാവും. നിന്റെ അപ്പനാകാം, അമ്മയാകാം, സഹോദരങ്ങളാകാം, സുഹൃത്തുക്കളാകാം, ബന്ധുമിത്രാദികളാകാം, അധ്യാപകരാകാം, അയൽപൊക്കക്കാരാകാം. ഒരു വിലയും ഇടാതെ നിന്നെ വെറും ഒട്ടക്കാലണയായി എഴുതിത്തള്ളിയവരോട് സ്വയം ഒരു ഒട്ടക്കാലണയായി ചുരുങ്ങിക്കൊണ്ട് പ്രതികാരം ചെയ്യാതെ അതിനെ മറന്ന് ഒട്ടക്കാലണയുടെ വിലയല്ല തനിക്ക് എന്ന് തെളിയിക്കാനും നിനക്ക് കഴിഞ്ഞാൽ നീ നീതിമാനാണ്. മനസ്സിലെ നൊമ്പരങ്ങളെ മറക്കാൻ നിനക്ക് കഴിയണം. അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒടുവിൽ ഒരു നൊമ്പര കാഴ്ചയായി തോമ മാറുന്നുണ്ട്. അപ്പനോടുള്ള സ്നേഹം ജ്വലിച്ചിട്ട് വെട്ടിക്കളഞ്ഞ കുപ്പായത്തിന്റെ കൈ തിരികെ തുന്നിപ്പിടിപ്പിച്ചിട്ട് തോമ എത്തുമ്പോൾ അപ്പൻ മൃതശരീരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പൊട്ടിക്കരയുന്ന തോമയുടെ ദൃശ്യം കണ്ട് നൊമ്പരത്തോടെയാണ് കാണികൾ പിരിയുന്നത്. ജീവിതം നമുക്ക് ഒന്നല്ലേ ഉള്ളൂ. ആരോടും വിദ്വേഷം വെച്ച് പുലർത്താതിരിക്കാം. കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തേണ്ടവരെ ഒക്കെ ചേർത്ത് പിടിക്കാം. നമ്മോട് ഇടപെടുന്ന ഒരു മനുഷ്യനും അയാൾ ഒട്ടക്കാലണയാണെന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറാതിരിക്കാൻ. അതായിരിക്കട്ടെ ഈ ദിവസത്തിന്റെ സന്ദേശം. നീതിമാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഒട്ടക്കാലണ ആക്കാതിരിക്കുന്നവൻ, ഒപ്പം നിന്നെ ഒട്ടക്കാലണയാക്കിയവരോട് പ്രതികാരം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ദിസ് ഈസ് RJ ഫാദർ സൈനിങ് ഓഫ്.